പ്രസവശേഷം ജീവിതകാലം മുഴുവൻ നടുവേദന വരുന്നത് ബെഡ് റെസ്റ്റ് എടുക്കാത്തതുകൊണ്ടാണോ അതോ നട്ടെല്ലിന് ഇഞ്ചക്ഷൻ എടുത്തതുകൊണ്ടോ? അല്ലേ അല്ല. പക്ഷെ എനിക്ക് നടുവേദന ഉണ്ടല്ലോ എന്നല്ലേ? 40% സ്ത്രീകളിലും പോസ്റ്റ് ഡെലിവറി ബാക്ക് പെയിൻ കാണപ്പെടുന്നു. പക്ഷെ കാരണം മറ്റു പലതുമാണെന്ന് മാത്രം. യൂട്രസ് വലുതാവുമ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഷിഫ്റ്റ് ആവും, പോസ്റ്റർ മാറും. ഡെലിവറിക്ക് ഇടുപ്പിലെ ലിഗമെന്റ്സ് ലാക്സ് ആവാനുള്ള റിലാക്സിൻ എന്ന ഹോർമോണിന്റെ ഇഫക്ട് പെൽവിക് ബോൺ ലൂസാക്കുന്നതും ഡെലിവറി കഴിഞ്ഞ് വരന്റെ സപ്പോർട്ട് കുറയുന്നതും എല്ലാം നട്ടലിന് എക്സ്ട്രാ പ്രഷറാണ്. അതിന് ബെഡ് റെസ്റ്റ് ഒന്നും വേണ്ട. ഓവർ സ്ട്രെയിനിങ് ഇല്ലാണ്ടാക്കിയാൽ മതി. 6 തൊട്ട് 8 ആഴ്ച കൊണ്ട് ഇവ പഴയ പോലെയും ആവും. അതിനുശേഷവും ബാക്ക് പെയിൻ ഉണ്ടോ? ഇവയെല്ലാം ഉണ്ടോ എന്ന് നോക്കൂ. നിങ്ങളുടെ ഭാരം വർദ്ധിച്ചോ? അതാണ് മെയിൻ റീസൺ. നിങ്ങളുടെ പ്രീ പ്രഗ്നൻസി വെയിറ്റ്, പോസ്റ്റ് ഡെലിവറി 6 വീക്സ് വെയിറ്റ് തമ്മിൽ കമ്പയർ ചെയ്ത് എത്ര എക്സ്ട്രാ പ്രഷർ നിങ്ങളുടെ നട്ടലിന് കൊടുത്തു എന്ന് നോക്കൂ. വയറിൽ കൊഴുപ്പടിഞ്ഞ് സപ്പോർട്ട് പോയാലും ആ എക്സ്ട്രാ പ്രഷർ സ്പൈനാണ് താങ്ങുന്നത്. കുഞ്ഞിനെ എടുക്കുമ്പോഴും മുലയൂട്ടുമ്പോഴും ഉള്ള ബാഡ് പോസ്ചർ, നടു സപ്പോർട്ട് ചെയ്യാതെ കൂനിക്കൂടിയും കിടന്നും മുലയൂട്ടുക, തൊട്ടിൽ ഒത്തിരി താഴ്ത്തി കെട്ടി കുഞ്ഞിനെ എടുക്കുക, ഒരുപാട് നേരം എടുത്തുകൊണ്ട് നടക്കുക, ഇവയെല്ലാം ബാക്ക് സ്ട്രെയിൻ ആണെന്ന് മനസ്സിലാക്കുക. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുത്ത് ബാക്ക് മസിൽ സ്റ്റിഫ് ആക്കി നേരെ വീട്ടിലെ ഹെവി വർക്കിലേക്ക് തിരിച്ചു കയറുന്നത് ഗുണത്തിന് പകരം ദോഷം ഉണ്ടാക്കും. 6 ആഴ്ച കഴിഞ്ഞ് പതുക്കെ ബാക്ക് മസിൽ സ്ട്രെച്ചിങ് എക്സസൈസസ്, യോഗ പോസ്റ്റേഴ്സ് ഒക്കെ ദിനചര്യയാക്കി ക്രമേണ ഹെവി വർക്കിലേക്ക് തിരിച്ചു കയറൂ. മാറ്റം മനസ്സിലാക്കൂ. മുലയൂട്ടുമ്പോഴുള്ള കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡിയുടെ കുറവ് ഭാവിയിൽ ഒരു പരിധിവരെ ബോൺ ആൻഡ് മസിൽ സ്ട്രെങ്ത് കുറയ്ക്കാം. 6 മാസം വരെ ഇവ എടുക്കാനും ശ്രദ്ധിക്കുക. ഇനി CS നട്ടലിൽ ഇഞ്ചക്ഷൻ എടുത്ത ബാക്ക് പെയിൻ വരൂ? ഒരിക്കലുമില്ല. പൊക്കിളിന് താഴെയുള്ള ഏത് സർജറിക്കും ഇവ എടുക്കുന്ന ആണുങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? CS കാരണം എടുക്കുന്ന എക്സ്ട്രാ റെസ്റ്റ്, ലാക്ക് ഓഫ് എക്സസൈസ്, അത്രേ ഇവിടെയുള്ളൂ. അപ്പോ ബാക്ക് പെയിൻ കുറയ്ക്കാൻ ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം?